12 വർഷത്തിൽ ഒരു വട്ടം മാത്രം പൂ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് നീലക്കുറിഞ്ഞി. ഇത് കാണപ്പെടാറുള്ളത് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ മലമുകളിലാണ് ഇത് കാണപ്പെടാറുള്ളത്. അപ്പോൾ ഇതൊരു അത്ഭുതമല്ലേ? കാരണം 12 വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇത് പൂ ഉണ്ടാവുള്ളൂ. അപ്പം ഇതെല്ലാവരും കാണാൻ വരാറുണ്ട്, വിദേശികളൊക്കെ വരാറുണ്ട് ഇത് കാണാൻ. അപ്പം നമ്മളും ഈ ഒരു അത്ഭുതം കാണണം. ഇങ്ങോട്ട് പോയി കണ്ട് അവിടുന്ന് ഡീപ്പായിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യണം. കാരണം ആ ഒരു പൂക്കളിൽ തട്ടി വരുന്ന എയറിന് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ പൂവിൽ നിന്ന് കിട്ടുന്ന തേന് നല്ല ഔഷധ ഗുണവും ഉണ്ടായിരിക്കും. അപ്പോൾ തേനൊക്കെ അവിടെ കിട്ടുമെന്ന് അന്വേഷിക്കുക. പിന്നെ ഇങ്ങോട്ട് വരുന്ന റൂട്ട് നാടുകാണിയിൽ നിന്ന് ഗൂഡല്ലൂർക്ക് പോകുമ്പം അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ തന്നെയാണ്. അപ്പോൾ അവിടെ വലത്തോട്ട് റോഡുണ്ടാവും, പാണ്ഡ്യാർ ടീ ഫാക്ടറി. അപ്പോൾ ആ റൂട്ടിലൂടെ കുറച്ച് പോകുമ്പോൾ തന്നെ വലത്തോട്ട് വീണ്ടും റോഡുണ്ടാവും. ചെറിയ റോഡാണ്, അതിലൂടെ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇതിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാർക്കിങ് കുറച്ച് പ്രയാസമാണ്. അപ്പം വണ്ടിയൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ താഴത്ത് നിർത്തി പോകുന്നതായിരിക്കും നന്നാവുക. പിന്നെ നമ്മൾ പോകുമ്പം ഇവിടുത്തെ പ്രകൃതി ഭംഗി നമ്മൾ സംരക്ഷിക്കണം. നമ്മളെന്തും അവിടുത്തെ പൂ പറിക്കുക, അതേപോലെ തന്നെ അവിടെ ചെടി നശിപ്പിക്കുക, പ്ലാസ്റ്റിക് ഇടുക, അങ്ങനെയൊന്നും ചെയ്യരുത്. ഈ ഒരു ഭംഗി എന്നും അവിടെ നിലനിൽക്കണം. അപ്പോൾ നമ്മൾ എന്തോ അവിടെ ചെയ്യരുത്, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം. പിന്നെ ഇതിങ്ങോട്ട് പോകാൻ പറ്റുന്ന സമയം ഞാൻ പോയപ്പം ഒരു 4:30 ആയപ്പോൾ തന്നെ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവിടുന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പം ഒരു 4:30ക്ക് മുന്നേ നിങ്ങൾ എന്തായാലും അവിടെ എത്തിച്ചേരുക. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതെന്തായാലും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടോ, നമ്മുടെ അടുത്ത് തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും പോകണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കിട്ടുള്ളൂ.